നമ്മുടെ ഈ മജ്‌ലിസിൻ്റെ ഭാഗമായി ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് 77,08,443 സ്വലാത്ത്, അതുപോലെ 4,444 നാരിയത്ത് സ്വലാത്ത്, 3,705 യാസീന്, 19,90,87 ഇഖ്ലാസ്, 102 ഖത്തുമൊക്കെ ഓതിയിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓതിയവർ ചൊല്ലിയവർ എന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ടാണോ അവർ ഓതിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുമായൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട CK മാണിയൂർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മോട് ഇവിടെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത മുഴുവൻ നന്മകളും ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടി അവർ ചെയ്ത മുഴുവൻ ഖിദ്മാത്തുകളും അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ പരലോകം അല്ലാഹു സന്തോഷാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹുവിற்கு നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ജോലി ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ബർക്കത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ ഐക്യമുണ്ടാവാനും സ്നേഹം ഉണ്ടാവാനൊക്കെ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമായ കുടുംബജീവൻ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഐക്യത്തിലുമായി കഴിയുന്ന കുടുംബമാക്കി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളൊക്കെ സ്വാലിഹ്യങ്ങൾ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിധങ്ങളായ പരീക്ഷകളിൽ നിന്ന് കുട്ടികൾ വിജയമുണ്ടാവാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ പരീക്ഷയിൽ അല്ലാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. SLC +2 പോലെയുള്ള പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം അല്ലാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം വീടാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഹിക്കായ ബന്ധത്തെ അല്ലാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ. സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ നമ്മുടെ ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഖപ്രസവത്തിന് ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം നൽകട്ടെ. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് വിറ്റുപോകാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അത് നല്ല വിലക്ക് തന്നെ വിറ്റുപോകുന്ന അവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ടാണ് ഇതിനെ സഹായിച്ചതെങ്കിൽ ആ സഹായങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ജയിൽ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങുവാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله فضال. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم استسقى الماء بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا
بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة والقرابة كلهم أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقي والداء القامي والنباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والنباء. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشعل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وصحابه الأخيار. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ അല്ലാമുൽ അയ്യൂബായ സത്താറായ വഹാബായ വദൂദായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിലെ 18ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പ് തുറയോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലാഹ് ഞങ്ങളെ ഉയർത്തിയ കരങ്ങള് നീ വെറുതെയാക്കല്ല അല്ലാഹ്. നോമ്പ് തുറയോടടുത്ത സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. ആ സമയത്താണ് ഞങ്ങൾ ഈ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ നീ പരിഗണിക്കണം അല്ലാഹ്. ഞങ്ങളെ സകല പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാഹ്. സന്തോഷകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന റമദാനാക്കി ഞങ്ങളെ റമദാനിനെ മാറ്റല്ല അല്ലാഹ്. റമദാനിൽ ഞങ്ങൾ നോറ്റ നോമ്പുകൾ, നിസ്കരിച്ച നിസ്കാരങ്ങൾ, മറ്റുള്ള സ്വാലിഹായ കർമ്മങ്ങൾ എല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. അതിൽ വന്നുപോയ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് നീ കബൂലാക്കണം അല്ലാഹ്. നിന്റെ പക്കൽ വലിയ സ്വീകാര്യത കിട്ടുന്ന അമലുകളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരാകുന്ന ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റബ്ബേ. അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. അവരെ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്തണം അല്ലാഹ്. ബദരീകളെ സ്നേഹിച്ച് അവരോടൊപ്പം സ്വർഗ്ഗം ഉൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹു ഈ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്കുള്ള എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. വിഷമങ്ങൾ അകറ്റി കൊടുക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കണം അല്ലാഹ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളെ നീ എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, വീടും പറമ്പും വിറ്റുപോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹു എത്രയും പെട്ടെന്ന് നല്ല വിലക്കത് വിറ്റുപോകുന്ന അവസ്ഥ നൽകണം അല്ലാഹ്. റാഹത്ത് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. സന്തോഷം നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ നീ അടങ്ങേറിലും പ്രയാസത്തിലും വിഷമത്തിലും ആക്കല്ല അല്ലാഹ്. മനസമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും നീ വരുത്തല്ല അല്ലാഹ്. മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങൾക്കും നൽകല്ല അല്ലാഹ്.
ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണം അല്ലാ. ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഈമാന വർദ്ധിപ്പിക്കണം അല്ലാ. ഞങ്ങളെ അഖ്വാലുകൾ നന്നാക്കണം അല്ലാ. ഞങ്ങളെ അഫ്ആലുകൾ നന്നാക്കണം അല്ലാ. ഞങ്ങളെ അഹ്വാലുകൾ നന്നാക്കണം അല്ലാ. ഞങ്ങളെ ഹറകാത്ത് സകനാത്തുകൾ നന്നാക്കണം അല്ലാ. ഞങ്ങളെ ഇടപാടുകൾ ഇടപെടലുകൾ നന്നാക്കണം അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണം അല്ലാ. അല്ലാഹു ഇന്ന് ഇവിടെ നടക്കുന്ന ഇഫ്താറുമായി ബന്ധപ്പെട്ട് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. റബ്ബേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അല്ലാഹുവിന് നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ എന്തെല്ലാം പ്രതിഫലങ്ങളാണ് നീ കണക്കാക്കിയതെങ്കിൽ അത് പരിപൂർണമായി എത്തിക്കുന്നവർ നീ ഉൾപ്പെടുത്തണം അല്ലാ. ആരെല്ലാം ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. എന്തെല്ലാം വിഷമങ്ങളുള്ളവർ ഈ മജ്ലിസിലുണ്ട് റബ്ബേ, ആ വിഷമങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണം അല്ലാ. മനസ്സമാധാനത്തോടെ റാഹത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. മാക്കിരീങ്ങളെ മക്കരിൽ നിന്ന് കാക്കണം അല്ലാ. കാദിബീങ്ങളെ കദിബിൽ നിന്ന് കാക്കണം അല്ലാ. മുഫ്തിനീങ്ങളെ ഫിത്നയിൽ നിന്ന് കാക്കണം അല്ലാ. ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണം അല്ലാ. സകലവിധ അഅദാഇന്റെ ശർറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ നാടുകളെയും ഞങ്ങളെ പ്രസ്ഥാനങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ നേതാക്കളെയും നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ. ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹു ഞങ്ങളെ മഈശത്തിന്റെ മാർഗ്ഗങ്ങളിലേക്ക് നീ ഖൈറും ബർക്കത്തും വിജയവും നൽകണം അല്ലാ. സമ്പത്തിലും സമ്പാദ്യത്തിലും നീ അഭിവൃദ്ധി നൽകണം അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ. ആലിമീങ്ങളും ഹാഫിലീങ്ങളുമായ മക്കളാക്കണം അല്ലാ. നിന്റെ ദീനിന് ഉപകാരം കിട്ടുന്ന മക്കളാക്കണം അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്തണം അല്ലാ. ഹിഫ്ളിന് പഠിക്കുന്ന മക്കളുണ്ട്, പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. പൂർത്തീകരിച്ചവർക്ക് അല്ലാഹു മരണം വരെ അല്ലാഹു അത് മറക്കാതെ നിലനിർത്തി കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും ഹാലറിയുന്നവൻ നീയാണ് അല്ലാഹു. ആവശ്യങ്ങൾ അറിയുന്നവൻ നീയാണ്. ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും റാഹത്തും നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ നോറ്റ നോമ്പുകൾ നിസ്കാരങ്ങളെല്ലാം നീ സ്വീകരിക്കണം അല്ലാ. ഇത് ഞങ്ങളെ ഹയാത്തിലെ അവസാന റമളാനാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് റമളാനിൽ സംഗമിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഇവിടെ നടക്കുന്ന മജ്ലിസുകൾ ഇതിനു വേണ്ടി സഹായിക്കുന്നവർ എല്ലാവരെയും നീ സഹായിക്കണം അല്ലാ. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന അഭിവന്ദരായ സയ്യിദ് അവറുകൾ നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണം അല്ലാ. അവിടുത്തെ ഉമ്മാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം അല്ലാ. അവിടെ ഉപ്പടക്കം അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് ഈ മജ്ലിസിന്റെ ഗുണങ്ങളെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. അവരോടൊപ്പം സ്വർഗം പുൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഈ കുടുംബത്തിൽ നീ ഇസ്സത്ത് നൽകണം അല്ലാ. റാഹത്ത് നൽകണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പല വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് സമീപിക്കുന്നവർക്ക് അവർ നിർദ്ദേശിച്ചു കൊടുക്കുന്ന മാർഗങ്ങളൊക്കെ അവർക്ക് റാഹത്താകുന്നതാക്കണം അല്ലാ. അതുകൊണ്ട് അതിനെല്ലാം പരിഹാരം നൽകണം അല്ലാ. ഇവിടെ നടക്കുന്ന മജ്ലിസുകൾ, ഇവിടെ നടക്കുന്ന ചികിത്സകളെല്ലാം നീ ഫലവത്താക്കണം അല്ലാ. നിന്റെ പക്കൽ കബൂലിയത്തുള്ള അമലുകളാക്കണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാ. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് അടിമകൾക്ക് നരകമോചനം നൽകുന്നുണ്ടല്ലോ, ആ വിഭാഗത്തിൽ ഞങ്ങളെ ചേർത്തണം അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ, മഗ്ഫിറത്തിന്റെ 10ന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റബ്ബേ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് കിട്ടിയവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഈമാൻ സലാമത്താക്കണം അല്ലാ. നല്ല ദിവസത്തിലും നല്ല സമയത്തും പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് ബദരീങ്ങളെ സാന്നിധ്യത്തിലായി വുളൂഇലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഖബറിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാ. അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണം അല്ലാ. നിന്റെ പക്കൽ ഞങ്ങൾക്ക് വലിയ സ്വീകാര്യത ഞങ്ങൾ നൽകണം അല്ലാ. നീ ഞങ്ങളെ ദുആ പരിഗണിക്കണം അല്ലാ.
നീ ഞങ്ങൾക്ക് പരിഹാരം നൽകണം അല്ലാഹ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم رمضان. اللهم اجعلنا من الفائزين بليلة القدر يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. اللهم